ഹലോ ഗായ്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. ബോട്ട് സവാരിക്ക് പോകണം കേട്ടോ. നിൽക്കൊക്കെ ലീവാണ്. അപ്പോൾ എവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകാം. പേൾ ഖത്തർ. ഓക്കെ, നീന്താനും അറിയില്ല. ഞാൻ നിങ്ങളെ കൈമ പിടിച്ച് നീന്തിക്കൊണ്ട് ഇങ്ങോട്ട് വാഹനം കയറ്റാൻ ഒരിക്കലും പാടില്ലാത്ത വിധത്തിലാണ് ഇവിടെ അടച്ചിരിക്കുന്നത്. ഞാൻ ഇക്കാനോട് വോയിസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇക്ക കൊടുത്ത വോയിസ് ആട്ടോ. സംഭവം കേൾക്കാൻ രസമുണ്ട്. നമുക്കൊരു ദിവസം അങ്ങനെ ഇക്കാനെ കൊണ്ട് വോയിസ് കൊടുക്കാൻ പറയാം. അങ്ങനെ ഗസ്റ്റ് ഞങ്ങളിവിടെ എത്തിയിട്ടോ. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. കാരണം അത്രയും തിരക്കായിരുന്നു വണ്ടികൾ കേട്ടോ. പക്ഷേ ഇങ്ങോട്ടേക്ക് കണ്ടെത്തിയപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ കുറേ ബോട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബോട്ട് പോയിട്ടോ. പിന്നെ ഒരു ബോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിലേക്ക് കയറിയിട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ ബോട്ട് കയറാനുള്ള കാരണം. നല്ല രസമല്ലേ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് കറങ്ങണതൊക്കെ. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാറ് കേട്ടോ. ആൾക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം കണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ ബോട്ടിലാണ് ഉള്ളത്. നമ്മൾ ബോട്ട് സവാരി ഉണ്ട് കേട്ടോ. 1 മണിക്കൂറാണ് ബോട്ട് സവാരി ഉള്ളത്. എത്രയൊക്കെ ബോട്ട് സവാരി റേറ്റ്? 50 റിയാൽ കേട്ടോ. രണ്ടാക്കാം. ഓക്കെ, അടിപൊളിയായിട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ ബോട്ടിലൊക്കെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ കേട്ടോ. പക്ഷേ ഇതിൽ പാട്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം എല്ലാവരും ഫോണിൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ്. ഒരു അറബിയൻ ഫാമിലി ഉണ്ട്, പുള്ളിക്കാരെ കിടന്നുറങ്ങി കേട്ടോ. വൈഫ് അങ്ങനെ ഫോട്ടോ എടുക്കണം, മക്കളും. അങ്ങനെ ഗൈസ് ഞങ്ങൾ എന്ത് ചെയ്തു, 1 മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത്. പക്ഷേ കാണാൻ അടിപൊളി കാഴ്ച ചെയ്തുകൊണ്ട് സമയം പെട്ടെന്ന് പോയിക്കോളും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാണ്ട് പിക്കാക്ക് തന്നെ ബേജാറാണ് കേട്ടോ. കാരണം ഞാൻ ഫോണ് പുറത്തേക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് കാണാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് ചാടൂല എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് പുറത്തുള്ള ബോട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അവർക്ക് നമ്മളെ ബോട്ട് കാണുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, നല്ല രസമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കപ്പൽ കയറിയ സ്ഥലമല്ലേ നിങ്ങൾ പറയുന്നത്, കപ്പലിറങ്ങണം. ആ പിങ്ക് കളറുള്ള 1 അവർ ആകുമ്പോൾ കുറേ ടൈം ഇരിക്കണം അല്ലേ. നല്ല ഭംഗിയില്ലേ. പുറത്തുള്ള ബോട്ട് കാണുമ്പോഴാണ് ഏറെ ഭംഗി. നമ്മളത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തൊക്കെ ഏത് ഇതാ എന്താ പറഞ്ഞേ? ആണോ? അതാണ് നമ്മള് കാറിൽ പോയപ്പോ കാണിച്ചത്. അത് ശരി. റൂമിലൊക്കെ 15,000 റിയാലൊക്കെ കൊണ്ടിരുന്നു. നാട്ടിൽ 3 ലക്ഷം രൂപ. ഓ, അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യണ ഏരിയ എത്തിയില്ലേ? നമ്മൾ ഇത് വഴി എന്നാൾ പോയല്ലോ. വന്നിനോ? ആണല്ലേ. കൂടെ വരുമ്പോഴേ പറഞ്ഞില്ലേനോ? പിന്നെ ഞാൻ പറഞ്ഞു നല്ല സ്ഥലം എത്തിന്ന് പറഞ്ഞു. അതിന്റെ ക്യാമറന്റെ ഗുണാണ് പറഞ്ഞു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫോട്ടോ എടുത്ത സ്ഥലല്ലേ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് ഈ ബിൽഡിങ്ങുകളല്ലേ. അവിടുന്നല്ലേ നമ്മൾ ഫോട്ടോ എടുത്തേ? വിമാനം പോണോക്ക് അവിടെ അല്ലേ ഞാന് ഫ്ലൈറ്റ് ഇറങ്ങിയ സ്ഥലം. വിമാനം കണ്ടാവുക അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടല്ലേക്ക. കൊച്ചിയിലോ? ആണോ? ആ, കപ്പലിലല്ലേ നിങ്ങള് പറയണേ? നമുക്ക് ഒരു ദിവസം കപ്പലിൽ കയറണം കേട്ടോ. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. ഒരുപാട് സമയം നമ്മൾ പിന്നിട്ടു. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് നല്ല എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോട്ടോ എടുത്തില്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട ബിൽഡിംഗ് ആട്ടത്. അടിപൊളി കേട്ടോ. അവിടുന്ന് നമുക്ക് ഒരുപാട് ലോങ് ആയി തോന്നി. പക്ഷേ ഇവിടെ അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്.
തന്നെ കുടിച്ചിട്ട്. അങ്ങനെ വീഡിയോയും ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ഫോൺ നിറയാനായിട്ടോ. കുറേ നേരമായാലും 1 മണിക്കൂറായി തുടങ്ങി, ഏകദേശം എനിക്ക് ഇറങ്ങാനായി തുടങ്ങി. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമാണ് കേട്ടോ അത്. സംഭവം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ആൾക്കാർക്കൊക്കെ ചടപ്പായി തോന്നും കേട്ടോ. പിന്നെ എല്ലാവരും ഇരിക്കാൻ തുടങ്ങി, കുറേ ഫോട്ടോ എടുത്ത്. എല്ലാവരും പിന്നെ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അതിന് മുന്നേ കയറിയപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കൽ, അങ്ങോട്ട് നിൽക്കണ് ഇങ്ങോട്ട് നിൽക്കണ്. അങ്ങനെ ഇപ്പം എല്ലാവരും ആകെ ചടപ്പഞ്ഞ് ഒന്ന് ഇറങ്ങിയെങ്കിൽ എന്നുള്ള അയക്കണ്. പറയുമ്പോൾ നല്ല രസമാണ്, ഉള്ളിൽ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സമയം ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ബോട്ടിലൊക്കെ ലൈറ്റ് ഇട്ടണേ. അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെ ബോട്ടിൽ ലൈറ്റ് ഇട്ടിക്കണേ. അപ്പം അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ നടന്നു ഗൈസ്. പിന്നീട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കും ഭയങ്കര ഇരുടായി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ബോട്ട് എത്തിയിട്ട് നമുക്ക് ഇറങ്ങാനായേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ കയറിയ ബോട്ടിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നിയിട്ടുണ്ടായിനി. പക്ഷെ പുറമെ കാണുമ്പോൾ നല്ല രസമുണ്ട് ബോട്ട് കാണുമ്പോൾ കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.